ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് റിനു റോബർട്ട്. ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മമ്മി മോളി റോബർട്ട്, ഇതെൻ്റെ ചേച്ചി റെമി റോബർട്ട്, ചേച്ചിയുടെ മോൻ റയാൻ. 2019 നവംബർ 30 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഡാഡി മുഖാന്തരമാണ് ഞാൻ ഉടമ്പടിയുടെ കാര്യം അറിയുന്നത്. 2018 എൻ്റെ ഡാഡി ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അത് മുഖേന വളരെയധികം അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് ലഭിച്ചത് ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ഇതെൻ്റെ രണ്ടാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ്. 2019 ഉടമ്പടി എടുക്കുന്ന സമയത്ത് എനിക്കൊരു ഫിഷർ എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ജോലിക്ക് പോകാനൊക്കെ ഇരുന്ന് ചെയ്യുന്ന ജോലിയായിരുന്നു. അപ്പോൾ എനിക്ക് ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല, ഭയങ്കര പെയിനൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തേക്കല്ലേ, അപ്പോൾ മാതാവിൻ്റെ തൈലം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാറുമെന്ന് ഞാനിവിടെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 1 വർഷമായിരുന്നു ഞാനത് അനുഭവിച്ച വേദന. അത് പൂർണ്ണമായി സൗഖ്യപ്പെട്ടു. ഈ അനുഗ്രഹം തന്ന അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ ചേച്ചിയുടെ മകന് കഴിഞ്ഞ 2 വർഷമായിട്ട് വളരെയധികം ചുമയുണ്ടായിരുന്നു. ചുമ എന്ന് പറഞ്ഞാൽ സാധാരണ ചുമയല്ല, നിർത്താതെയുള്ള ചുമയാണ്. രാത്രിയൊന്നും ഇവൻ ഉറങ്ങാറില്ല. അപ്പം എൻ്റെ ചേച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഈ ദിവസം തന്നെയായിരുന്നു എൻ്റെ മമ്മിയും എൻ്റെ ചേച്ചിയും ഉടമ്പടി എടുത്തേക്കണം. ഞങ്ങളുടെ കുടുംബത്തിൽ 4 പേര് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചേച്ചി ഉടമ്പടി എടുത്തതിൽ ഈ കാര്യം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉടമ്പടി തൈലം അവൻ്റെ നെഞ്ചത്തൊക്കെ പറ്റി പ്രാർത്ഥിക്കുമായിരുന്നു. ഇവൻ ക്ലാസ്സിൽ 2 ആഴ്ചയൊക്കെ പോവാതിരിക്കും. അപ്പോൾ ഉടമ്പടി തൈലം പുരട്ടിയതിൻ്റെ ഫലമായിട്ട് ഇവൻ്റെ ചുമ പൂർണ്ണമായി സൗഖ്യപ്പെട്ടു. ഇപ്പോൾ ഒരു 6 മാസത്തോളമായി ആ ചുമ വന്നിട്ട്. അടുത്ത ഉടമ്പടി സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ മമ്മീനെ ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ച കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു രാത്രി കിടക്കുന്ന സമയത്ത്. എൻ്റെ കാലിലൊരു പാമ്പ് വന്ന് ശക്തമായിട്ട് കടിക്കണേണ് കണ്ടത്. ഉടനെ ഞാൻ ഞെട്ടി എണീറ്റിട്ട് മമ്മീനോട് പറഞ്ഞു ഇങ്ങനെ ഒരു സ്വപ്നം കണ്ട്. പിറ്റേ ദിവസം ആയപ്പോൾ ഞാൻ ജോലിക്ക് പോയി. ജോലി സ്ഥലത്തിരുന്ന സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വന്നു. മമ്മിയാണ് എന്നെ വിളിച്ചത്. മമ്മി വാഴയ്ക്ക് തടവെടുക്കുന്ന സമയത്ത് വാഴയുടെ താഴെ പോയായിരുന്നു. അപ്പോൾ കരിയിലയൊക്കെ കൂട്ടിയിട്ടിട്ടാണ് തടവെടുത്തുകൊണ്ടിരുന്നത് വെച്ചാൽ. അപ്പോൾ കരിയില കൂട്ടിയിടുന്നതിൻ്റെ കണ്ണട പോയ സമയത്ത് അകത്തേക്ക് വന്നിട്ട് കണ്ണട കാണാതെ ഈ തടവെടുക്കണതിൻ്റെ കൈ ഇങ്ങനെ പരതി നോക്കിയപ്പോൾ അതിൻ്റെ അകത്തൊരു അണലിപ്പാമ്പ് കിടന്നേച്ച്. പെട്ടെന്ന് തന്നെ അണലി ഇങ്ങനെ മുന്നോട്ട് വന്ന് മമ്മിനെ കൊത്താൻ വേണ്ടി വന്ന്. പക്ഷെ അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്തതും മാത്രമുള്ള ഒരു കാര്യം കൊണ്ട് മാത്രമാണ് എൻ്റെ മമ്മി അന്ന് രക്ഷപ്പെട്ടത്. 2 ദിവസം അതിൻ്റെ ഒരു ഭയം ഉണ്ടായിരുന്നു എൻ്റെ മമ്മിക്ക്. ഇതാണ് എൻ്റെ 3ാമത്തെ സാക്ഷ്യം. 4ാമത്തെ സാക്ഷ്യം, ഞാൻ ജോലി ചെയ്തിരുന്നത് വളരെ തുച്ഛമായ ഒരു ശമ്പളത്തിലായിരുന്നു. എനിക്കൊരു 16,000 രൂപയായിരുന്നു സാലറി ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പഠിച്ചത് MCOM ആണ്. അപ്പോൾ എനിക്ക് നല്ലൊരു ജോലി ലഭിക്കാൻ വേണ്ടി ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അപ്ലൈ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പഴയ ജോലി സ്ഥലത്ത് ഞങ്ങൾക്ക് എക്സിബിഷൻ നടക്കണ കാരണം എൻ്റെ ഓഫീസിലുള്ള ആൾക്കാരൊക്കെ പുറത്ത് എക്സിബിഷന് പോയ സമയത്ത് ഒരു ചേട്ടൻ ഞാൻ ഫ്രണ്ട് ഓഫീസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ വന്നിട്ട് പറഞ്ഞ്, എടോ തനിക്ക് ഭയങ്കര മനസ്സിന് വിഷമം ഉണ്ടല്ലോ, തനിക്ക് ഒരു 3 മാസം കഴിയുമ്പോൾ ഒരു നല്ല സാലറി ഉള്ളൊരു ജോലി കിട്ടും, 3 മാസത്തിനുള്ളിൽ കഴിയുമ്പോൾ താൻ ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞു. കൂടാതെ എന്നോട് ആ ചേട്ടൻ പറഞ്ഞ് താൻ ഡ്രൈവിങ് പഠിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് 3 മാസം കഴിഞ്ഞപ്പോൾ നല്ലൊരു ജോലി ലഭിക്കുകയും ചെയ്തു. എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവാൻ സാധിക്കുകയും ചെയ്തു. എനിക്ക് ആദ്യം ഇത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇനി അമ്മ മാതാവാണോ വന്നത്? പക്ഷേ പിന്നീടാണ് എനിക്കിത് മനസ്സിലായത്. എൻ്റെ ഫ്യൂച്ചറിലെ കുറേ കാര്യങ്ങളൊക്കെ ആ ചേട്ടൻ വന്ന് പറഞ്ഞായിരുന്നു. അത് ഓരോ കാര്യങ്ങളും ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എന്നെ കാണാൻ അമ്മ മാതാവ് വന്നതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. 4ാമത് എനിക്ക് പറയാനുള്ള സാക്ഷ്യം,
കൊറോണ ടൈമിൽ എൻ്റെ ഡാഡിയുടെയും മമ്മിയുടെയും എൻ്റെയും ജോലി പോയായിരുന്നു. അപ്പോൾ ഡാഡിക്കും മമ്മിക്കും ഏജ്ഡ് ആയതുകൊണ്ട് അവരൊന്നും തിരിച്ച് വിളിക്കണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പോൾ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഡാഡിനെയും മമ്മീനെയും 1 വർഷം കഴിഞ്ഞ് സെയിം കമ്പനി തന്നെ തിരിച്ചു വിളിച്ചു. അമ്മ മാതാവ് തന്ന ഇത്രയും അനുഗ്രഹങ്ങൾക്ക് ഞാനും എൻ്റെ കുടുംബവും കടപ്പെട്ടിരിക്കുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ ചെയ്യണത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് പൊതിച്ചോറ് കൊടുക്കുകയും ചെയ്യുമായിരുന്നു ഞാനും മമ്മിയും. എൻ്റെ ചേച്ചി ഓൾഡ് ഏജ് ഹോമിൽ പോയി അവരെ ശുശ്രൂഷിക്കുമായിരുന്നു. കൂടാതെ വീടുകൾ കയറി ഇറങ്ങി ഞാൻ പത്രം വിതരണം ചെയ്യുമായിരുന്നു. കൂടാതെ എനിക്ക് മാതാവിൻ്റെ കുറേ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടാറുണ്ട്. സുഗന്ധാഭിഷേകം, അതായത് മുല്ലപ്പൂവിൻ്റെ മണം, കുന്തിരിക്കത്തിൻ്റെ മണം, ഇങ്ങനെ മാതാവിൻ്റെ ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാനൊരു ദിവസം ചുമ്മാ പറഞ്ഞതാണ്, മാതാവ് നീ എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെങ്കിൽ എനിക്ക് ഈ ഒന്നില്ലെങ്കിൽ ഉടമ്പടി ഇല്ല നമ്മൾ എഴുന്നള്ളിച്ചു പോകൂലേ, അപ്പോൾ എന്തെങ്കിലും പിടിക്കാനൊന്ന് തരുമെന്ന് ഞാൻ ചുമ്മാ ഒരു പാഴ്വാക്ക് പറഞ്ഞാണ്. പക്ഷേ മാതാവ് എനിക്ക് തിരി പിടിക്കാൻ തന്ന്, എൻ്റെ ചേച്ചിക്ക് കുന്തിരിക്കം പിടിക്കാൻ തന്ന് ആ സമയത്ത്. ഇതുവരെ എൻ്റെയും എൻ്റെ കുടുംബത്തിനും മാതാവ് ചെയ്തു തന്ന ഒത്തിരി അനുഗ്രഹങ്ങൾക്കും ഞാനും എൻ്റെ കുടുംബവും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സങ്കീർത്തനങ്ങൾ 34-ാം അധ്യായം 6 മുതൽ 8 വരെ തിരുവചനങ്ങൾ. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. റിനു റോബർട്ട് എന്ന ഈ മകളും സഹോദരിയും അമ്മയും തമ്പുരാൻ്റെ സന്നിധിയിൽ വലിയ നന്ദിയോടുകൂടി അമ്മ മാതാവിലൂടെ ലഭിച്ച അനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഓരോരുത്തരുടെ ജീവിതത്തിലും സവിശേഷമാവിധം പരിശുദ്ധമ്മയുടെ സംരക്ഷണം ലഭിച്ചത് അവർ ഏറ്റുപറയുന്നുണ്ട്. അമ്മയ്ക്ക് പാമ്പുകടിയിൽ നിന്ന് സംരക്ഷണം ലഭിച്ചത്, മകളുടെ രോഗം സൗഖ്യപ്പെട്ടത്, മെച്ചപ്പെട്ട ജോലിയിലേക്ക് നയിച്ചത്, സഹോദരിയുടെ മകൻ്റെ കടുത്ത ചുമയും വലിയ പനിയും അത് വളരെ കലശലായുണ്ടായിരുന്ന രോഗാവസ്ഥയിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം ലഭിച്ചത്. അങ്ങനെ അമ്മയുടെ സന്നിധിയിലേക്ക് ആഗ്രഹത്തോടെ സമർപ്പിക്കുന്ന നിയോഗങ്ങളെ തിരുക്കുമാരന് കൊടുത്ത് അനുഗ്രഹങ്ങളായി, അപകടത്തിൽ ആപത്തിൽ രക്ഷയായി, ആവശ്യസമയത്ത് സംരക്ഷണമായി, ക്ലേശസമയത്ത് ആശ്വാസമായി, രോഗസമയത്ത് സൗഖ്യമായി, അതോടൊപ്പം ജീവിതത്തിൽ ആഗ്രഹിച്ച് അമ്മയെ വിളിക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യം, പ്രസൻസ് സുഗന്ധാഭിഷേകത്തിലൂടെയും സ്വപ്നത്തിലൂടെയും നൽകിക്കൊണ്ട് അമ്മ മാതാവ് ഒരു കുടുംബത്തെ എങ്ങനെ ആ ഉടമ്പടി ജീവിതത്തെ മാനിച്ചുകൊണ്ട് വഴി നടത്തുന്നുവെന്ന് ഈ മക്കൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ തിരുനടയിലേക്ക് ആരൊക്കെ കരംകുപ്പി എത്തുന്നുവോ, ആരൊക്കെ കണ്ണീരോടെ എത്തുന്നുവോ, ആരൊക്കെ ജപമാല ചൊല്ലി അമ്മ മാത്രം ആശ്രയമെന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നുവോ, അവർ ഓരോരുത്തരുടെ ജീവിതത്തിലേക്കും അമ്മ മാതാവിൻ്റെ ശക്തമായ സംരക്ഷണവും വലിയ ദൈവാനുഭവവും എപ്പോഴും കടന്നു വരുമെന്ന് ഈ അൾത്താരയിൽ ഓരോ നിമിഷവും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കുടുംബത്തിനും ഈ മക്കൾക്ക് ലഭിച്ച ഈ വലിയ ദൈവാനുഭവങ്ങളെ നല്ല കരഘോഷത്തോടുകൂടി അമ്മ മാതാവിനും തിരുക്കുമാരനും നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.